ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിവിടെ സേഫായിട്ട് തന്നെ ഇരിക്കുന്നു. വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിന്നൊരു കഫേ സ്റ്റൈൽ കോഫി റെസിപ്പി കണ്ടാലോ? കഫേയിൽ കോഫി ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഇല്ലല്ലേ. അതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ തന്നെ നമുക്കൊരു കൊതിയാണ്. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാവേ. ഞാൻ ഒരു ഗ്ലാസ് കോഫിയാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. അത് ഞാനൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കോഫിക്കായതുകൊണ്ട് അധികം വെള്ളം ചേർക്കാൻ പാടില്ല. കോഫി എപ്പോഴും ഒരു തിക്ക് ഫോമിലിരിക്കും. നമ്മൾ കോഫി കുടിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല, കോഫി എപ്പോഴും ഒരു തിക്ക് ഫോമിലാണ്. അപ്പോൾ ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു ഹൈ ഫ്ലെയിമിലിട്ട് തിളച്ച് വരുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നു, ചെറുതായിട്ടൊന്ന് വറ്റിക്കണം. അപ്പോൾ പാലിൻ്റെ അളവ് കുറഞ്ഞു, അതിനാണ് 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പാല് നല്ലപോലെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി അതങ്ങ് മാറ്റി വെക്കാം. ഇനി അതിനായിട്ട് ഞാൻ 5 രൂപയുടെ 2 പാക്കറ്റ് ബ്രൂ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്നും വേണ്ട, നമുക്ക് കടുപ്പത്തിനനുസരിച്ച് മതി. ഇപ്പോൾ ഒരു പാക്കറ്റ് ഫുള്ളും ഒരു പാക്കറ്റിൻ്റെ ഒരു ഹാഫും ഇട്ടാൽ മതി. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ പാക്കറ്റ് ആയിരിക്കുന്നത്. അപ്പം ഞാനത് 5 രൂപയുടെ ബ്രൂവിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പാക്കറ്റ് ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ പാക്കറ്റിൻ്റെ ഹാഫേ ഇട്ട് കൊടുക്കുന്നുള്ളൂ, ഫുള്ളിൻ്റെ ആവശ്യമില്ല. കടുപ്പത്തിനനുസരിച്ച്, അപ്പോൾ ഓരോരുത്തരുടെ കടുപ്പത്തിനനുസരിച്ച് എൻ്റെ ഒരു രീതി അനുസരിച്ച് എനിക്ക് അത്രേ കടുപ്പത്തിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം ഞാനൊരു ഹാഫ് പാക്കറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര, ഞാൻ കുറച്ച് മധുരപ്രേമിയായതിന് കുറച്ചേറെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അതിലേക്ക് ഞാൻ തിളപ്പിച്ച് വെച്ച പാലിൽ നിന്ന് 1 സ്പൂൺ പാലൊഴിച്ച് നല്ലപോലെ ഒന്ന് ഇളക്കുന്നുണ്ട്. നല്ലപോലെ ആ പഞ്ചസാരയും ആ പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് അലിത്ത് ഒന്ന് ഒരു ക്രീമി പരുവത്തിലാക്കണേ. അതുപോലെ നല്ലപോലെ ഞാനൊന്ന് അടിച്ചിളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവമാകുന്ന വരെ നമ്മൾ നല്ലപോലെ അത് ഒന്ന് ഇളക്കി കൊടുത്ത് ആ പഞ്ചസാര ഒന്ന് അലിയിപ്പിച്ചെടുക്കണേ. ഇനി അതിലേക്ക് ഞാൻ പാല് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പാല് ഞാനിങ്ങനെ പയ്യെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ്. നമ്മൾ ഈ കഫേയുടെയൊക്കെ വാതിക്കൽ കൂടെ പോകുമ്പോൾ നമുക്കൊരു സ്മെല്ല് മൂക്കിലേക്ക് അടിച്ചു കയറത്തില്ലേ കോഫിയുടെ, അത്രയ്ക്ക് നല്ലൊരു സ്മെല്ലാണ്. അപ്പം നമുക്കത് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുവേ. അപ്പം നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ കഫേ സ്റ്റൈൽ കോഫി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.